എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ പറയാറുണ്ട്, ഞാൻ ഇന്ന് രാവിലെ ഒരു പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇന്നലെ രാവിലെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതുപോലെ ഇന്ന് ഉച്ചക്ക് ഞാൻ ഉറങ്ങുകയായിരുന്നു, ഇതുപോലെ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുവെച്ചാൽ പാസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യാറ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ചെയ്യുകയായിരുന്നു, എങ്ങനെ അവൻ കളിക്കുകയായിരുന്നു, എങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാം ഹിന്ദിയിൽ. ഓക്കെ, ഏതാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് രഹാത്ത, രഹീത്തി, രഹേത്തെ. എന്താണ് രഹാത്ത, രഹീത്തി, രഹേത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ ഒന്നാമതാണ് ഇന്നലെ ഉച്ചക്ക്. അപ്പോൾ ഇന്നലെ ഉച്ചക്ക് എന്ന് ഹിന്ദിയിൽ പറയണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? കൽ ദുപഹർക്കോ. കൽ ദുപഹർക്കോ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഉച്ചക്ക് എന്നാണ്. അതുപോലെ ഇന്നലെ രാവിലെ കൽ സുബേ, കൽ സുബേ. ഇന്നലെ വൈകുന്നേരം കൽ ഷാം കോ. ഇന്നലെ രാത്രി കൽ രാത് കോ. അതുപോലെ മിഞ്ഞാന്ന് പർസോ. എന്താണ് മിഞ്ഞാന്ന്? പർസോ എന്ന് പറയാം. ഇനി ഇതെന്താണ്? ഇതാണ് ക്രിയ. എന്താണ് ക്രിയ? വെർബുകൾ. ക്രിയ എന്ന് പറയും വെർബ്. ജാന എന്ന് പറഞ്ഞാൽ പോകുക. ഇനി പോയി എന്ന് പറയണം, എന്ന് പറയാം ഗയ. അതിന് ഗയ എന്ന് പറയാം. എന്താണ്? പ്രസന്റ് ആണ്, വർത്തമാനം, പ്രസന്റ്. നമ്മൾ ഇംഗ്ലീഷിൽ പ്രസന്റ് എന്ന് പറയും. അതുപോലെ നമ്മൾ പറയും പാസ്റ്റ് എന്ന് പറയും, കഴിഞ്ഞ കാലം, പാസ്റ്റ് അല്ലേ. അപ്പൊ ജാന എന്ന് പറഞ്ഞാൽ പോവുക, ഗയ എന്ന് പറഞ്ഞാൽ പോയി എന്നായി. ഓക്കെ, ആന എന്ന് പറഞ്ഞാൽ വരുക, ആയ അല്ലെങ്കിൽ ആലിയ. ആയ എന്ന് പറഞ്ഞാൽ വന്നു എന്നായി. കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക. കിയ എന്ന് പറഞ്ഞാലോ ചെയ്തു എന്നായി. കിയ എന്ന് പറഞ്ഞാൽ ചെയ്തു. അതുപോലെ ഖാന എന്ന് പറഞ്ഞാൽ കഴിക്കുക. ഓക്കെ, ഖായ, ഖായ എന്ന് പറഞ്ഞാലോ കഴിച്ചു എന്നായി. അതുപോലെ പീന കുടിക്കുക, പിയ കുടിച്ചു. ലിഗ്ന എഴുതുക, ലിഖ എഴുതി. ഉണ്ടോ? അതുപോലെ പഠന വായിക്കുക, പഠ വായിച്ചു. അതുപോലെ ബുലാന വിളിക്കുക, ബുലായ വിളിച്ചു. അതുപോലെ ബോൽന പറയുക, ബോല പറഞ്ഞു. ഓക്കെ, അപ്പോൾ നോക്കാം അല്ലേ, തുടങ്ങാം. എന്താണ്? എന്തെങ്കിലും കാര്യം ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് രഹാത്ത, രഹീത്തി, രഹേത്തെ. അപ്പൊ രഹാത്ത എവിടെ ഉപയോഗിക്കാം? രഹാത്ത ഉപയോഗിക്കേണ്ടത് നമ്മൾ സാധാരണ അവൻ ചെയ്യുകയായിരുന്നു, അവൻ ചെയ്യുകയായിരുന്നു എന്ന് വെച്ചാൽ നോർമലായിട്ട് നമ്മൾ രഹാത്ത എന്ന് പറയാം. അതൊരു ഫീമെയിൽ ആണെങ്കിലോ, പെണ്ണാണെങ്കിൽ നമ്മൾ രഹീത്തി എന്ന് പറയും. രഹീത്തി പെണ്ണാണെങ്കിൽ. അതുപോലെ രഹേത്തെ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുക. ഒന്ന്, ഒരുപാട് പേരുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പറയുന്നത് ഹം, നമ്മളെല്ലാവരും, ഹം സബ് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ വേ അവർ, അല്ലെങ്കിൽ വേ സബ് അവരെല്ലാവരും. ഇതുപോലെ ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മൾ രഹേത്ത് എന്ന് പറയും ഒന്നാമത്. രണ്ടാമതായിട്ട് ബഹുമാനത്തോടു കൂടി പറയണമെങ്കിൽ അവിടെയും നമ്മൾ എന്ത് പറയും? രഹേത്ത് എന്ന് പറയാം. അപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ അതുപോലെ തന്നെ റെസ്പെക്റ്റ് കൊടുത്ത് പറയാനും നമ്മൾ രഹേത്തെയാണ് ഉപയോഗിക്കുക. നോർമലായിട്ട് എന്ത് ഉപയോഗിക്കും? രഹാത്ത. ഫീമെയിൽ പെണ്ണാണെങ്കിൽ രഹീത്തി. അതുപോലെ ഒരുപാട് പേരുണ്ടെങ്കിലും പ്ലൂറൽ ഫോം. അതുപോലെ തന്നെ റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കാനും നമ്മൾ രഹേത്തെ എന്നാ പറയാം. അപ്പോൾ ഇവിടെ തുടങ്ങാം അല്ലേ. നമ്മൾ ഒന്നാമതാണ് ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ജോലി ചെയ്യുകയായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ജോലി ചെയ്യുകയായിരുന്നു. ഓക്കെ, ഇവിടെ ഹേ, ഹും, ഹോ എന്ന് വരില്ല, കാരണം അത് പാസ്റ്റ് ആണ്. എന്താണ്? പാസ്റ്റ്, കഴിഞ്ഞു പോയതാണ് പാസ്റ്റ്. അപ്പോൾ ഇന്ന് രാവിലെ എന്താ പറയാ? ഇന്ന് രാവിലെ കൽ സുബേ, കൽ സുബേ. അപ്പൊ നമ്മൾ ഇത് ഇന്ന് രാവിലെ കൽ സുബേ. എങ്ങനെയാണോ മലയാളം അതേപോലെ തന്നെ കൽ സുബേ. ഞാൻ എന്താ പറയാ? മേ അല്ലേ. ഞാൻ പറഞ്ഞ മേ. കൽ സുബേ മേ. എൻ്റെ എന്താ പറയാ? അപ്ന അല്ലേ. അപ്ന. മേര എന്ന് പറയില്ല. മേരന് പകരം നമ്മൾ എൻ്റെ, അവൻ്റെ, അവളുടെ, അവരുടെ, ഞങ്ങളുടെ, എല്ലാത്തിനും വേണ്ടി ഒരു വേർഡ് എന്ത്? അപ്ന. കൽ സുബേ മേ അപ്ന. കൽ സുബേ മേ അപ്ന ജോലി, കാം ചെയ്യുകയായിരുന്നു. ചെയ്യുക, കർണ. ഈ കർണയിൽ നാ ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് രഹാത്ത, രഹീത്തി, രഹേ ചേർക്കേണ്ടത്. എന്ന് പറഞ്ഞ് കർണ ചെയ്യുക, ബോൽന പറയുക,
ആന വരുക, ജാന പോവുക. ഈ നാ ഒഴിവാക്കിയിട്ട് അവിടെ വേണം നമുക്ക് രഹാത്ത രഹീത്തി രഹേത്ത് ചേർക്കേണ്ടത്. അപ്പോൾ മേ രഹാത്ത എന്തായി? കൽ സുബേ മേ അപ്ന കാം കർ രഹാത്ത. കൽ സുബേ മേ അപ്ന കാം കർ രഹാത്ത. ഇന്നലെ രാവിലെ ഞാൻ എൻ്റെ ജോലി ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നർത്ഥം. ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് പറയണം. ഞാൻ അതിന് പറയണം കൽ സുബേ മേ അപ്ന കാം നെഹി കർ രഹാത്ത. കാരണം കർണ ഇതല്ല നമ്മുടെ ക്രിയ, ഇതിന് മുന്നേ ചേർക്കുക, നെഹി ചേർക്കുക. അപ്പോൾ എന്തായി? നെഗറ്റീവായി. മേ അല്ലെങ്കിൽ കൽ സുബേ മേ അപ്ന കാം നെഹി കർ രഹാത്ത. ഇനി ചോദ്യം, അല്ല ഇന്നലെ രാവിലെ ഞാൻ ജോലി ചെയ്യുകയായിരുന്നോ? അപ്പൊ എന്ത് ചെയ്യാ? അപ്പൊ ക്യാ എന്ന് പറയുന്ന വേർഡ് ഇവിടെ ചേർത്ത് കൊടുത്താൽ എന്തായി? ക്വസ്റ്റ്യൻ ആയി. ക്യാ കൽ സുബേ മേ അപ്ന കാം കർ രഹാ താ? ക്യാ കൽ സുബേ മേ അപ്ന കാം കർ രഹാ താ? അല്ലെങ്കിൽ ക്യാ അവിടെ ചേർക്കുക. അങ്ങനെ കൽ സുബേ മേ അപ്ന കാം കർ രഹാ താ ക്യാ? അങ്ങനെയും പറയാം. ഓക്കെ. ഇനി അടുത്തത് രണ്ടാമതാണ് ഇന്നലെ വൈകുന്നേരം. അപ്പൊ ഇന്നലെ വൈകുന്നേരം എന്താ പറയാ? ഇന്നലെ വൈകുന്നേരം ഇവിടെ ഉണ്ടല്ലോ, ഉണ്ടോ? ഇന്നലെ വൈകുന്നേരം ഷാംകു. കൽ ഷാംകു. കൽ ഷാംകു എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം. അപ്പൊ ഇന്നലെ വൈകുന്നേരം അതുപോലെ എഴുതുക. ഇന്നലെ വൈകുന്നേരം കൽ ഷാംകു. കൽ ഷാംകു. നിങ്ങൾ എന്താ പറയാ? ആ അല്ലെങ്കിൽ തും, ആ അല്ലെങ്കിൽ തും ഉപയോഗിക്കുക, ഏതും എഴുതാം. അത് എഴുതിയതിനു ശേഷം അത് കഴിഞ്ഞ് എന്തെന്ന് പറയാ? ക്യാ. ക്യാ ചെയ്യുകയായിരുന്നു. കർ രഹേത്തെ. കർ രഹേത്തെ. ആപ്. ഓക്കെ, ആപ് റെസ്പെക്റ്റ് ആണ് ആപ്. അപ്പൊ എന്തായി? കൽ ഷാം കോ ആപ് ക്യാ കർ രഹേ थे? അല്ലെങ്കിൽ കൽ ഷാം കോ തും ക്യാ കർ രഹേ थे? कल शाम को तुम क्या कर रहे थे? कल शाम को मैं क्या कर रहा था? कल शाम को वो क्या कर रहा था? അത് പെണ്ണാണെങ്കിലോ കൽ ഷാം കോ വോ ക്യാ കർ രഹി തി. പെണ്ണാണെങ്കിൽ രഹി തി. ഓക്കെ, ഈ മൂന്ന് വരാൻ പാടുള്ളൂ. രഹാത്ത, രഹീത്തി, രഹേത്തെ. ഇനിയാണ് ഇന്നലെ രാത്രി ഞങ്ങൾ ടി വി കാണുകയായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ ടി വി കാണുകയായിരുന്നു. അപ്പൊ ഇന്നലെ രാത്രി ഞാൻ പറയാം. ഇന്നലെ രാത്രി കൽ ഷാം, കൽ രാത് കോ. കൽ രാത് കോ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി. അപ്പോൾ ഇന്നലെ രാത്രി ആദ്യം ഇന്നലെ രാത്രി എഴുതുക. കൽ രാത് കോ എഴുതിയല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്താ പറയാ? ഹം. കൽ രാത് കോ ഹം ടി വി അതേപോലെ എഴുതുക. ടി വി. കൽ രാത് കോ ഹം ടി വി കാണുക എന്ന് പറയാ. കാണുക ദേഖ്ന. എന്താണ് ദേഖ്ന? അബ് ദേഖ് രഹേ थे. തേ വരണം. അതിന് കാരണം എന്താ? അതിന് കാരണം ഒരുപാട് പേരില്ലേ? ഹം അല്ലേ, ഞങ്ങൾ അല്ലേ, ഒരുപാട് പേരില്ലേ? രഹേ थे. എന്തായി? കൽ രാത് കോ ഹം ടി വി ദേഖ് രഹേ थे. കൽ രാത് കോ ഹം ടി വി ദേഖ് രഹേ थे. ഇന്നലെ രാത്രി ഞങ്ങൾ ടി വി കാണുകയായിരുന്നു. ഇനി ഇതിന്റെ നെഗറ്റീവ്, കൽ രാത് കോ ഞങ്ങൾ ടി വി കാണുകയല്ലായിരുന്നു എന്ന് പറയണം. പറയാം കൽ രാത് കോ ഹം ടി വി നെഹി ദേഖ് രഹേ थे. കൽ രാത് കോ ഹം ടി വി നെഹി ദേഖ് രഹേ थे. ഇനി ചോദ്യം, കൽ രാത് കോ ഇന്നലെ രാത്രി ഞങ്ങൾ ടി വി കാണുകയായിരുന്നോ? ചോദ്യം. അപ്പൊ എന്താ പറയുക? ക്യാ. ആദ്യം ചേർക്കുക. ക്യാ കൽ രാത് കോ ഹം ടി വി ദേഖ് രഹേ थे? സിമ്പിൾ. ഇനി അടുത്താണ് നാലാമതാണ് മിനിഞ്ഞാന്ന്. അപ്പോൾ മിനിഞ്ഞാന്ന് എന്താ പറയാ? മിനിഞ്ഞാന്നിന് പർസോ. ഉണ്ടോ? പർസോ. അപ്പോൾ ആ വേർഡ് ആദ്യം ചേർത്തു. പർസോ. രാവിലെ സുബേ. 8 മണിക്ക് 8 ബജെ. ബജെ എന്ന് പറയാം. ബജെ. ഓക്കെ. 1 മണിക്ക് 1 ബജെ. 2 മണിക്ക് 2 ബജെ. 3 മണിക്ക് 3 ബജെ. 5 മണിക്ക് 5 ബജെ. 8 മണിക്ക് 8 ബജെ. 8. ഓക്കെ, 8 ബജെ. അപ്പോൾ 8 ബജെ എന്ന് പറയരുത്, 8 എന്ന് പറയാം. 8. ഓക്കെ, 8. പർസോ സുബേ 8 ബജെ. ഇനി ഞാൻ എന്ന് പറയാ മേ. ഞാൻ മേ എന്ന് പറഞ്ഞു. 1 എന്ന് പറയാ ഏക്. കഥ കഹാനി. എഴുതുകയായിരുന്നു. എഴുതുക ലിഖന ഒഴിവാക്കിയിട്ട് രഹാത്ത, രഹീത്തി, രഹേത്തി. ഇവിടെ ഏതാ ചേർക്കുക? ഇവിടെ മേ അല്ലേ? മേ ആവുമ്പോൾ രഹാത്ത ചേർക്കണം. ഓക്കെ, ഒരാളാണല്ലോ രഹാത്ത. അപ്പം എന്തായി? പർസോ സുബേ 8 ബജെ മേ ഏക് കഹാനി ലിഖ് രഹാ താ. എന്താ പറഞ്ഞ്? പർസോ സുബേ 8 ബജെ മേ ഏക് കഹാനി ലിഖ് രഹാ താ. ഇനി പറയണം മിനിഞ്ഞാന്ന് രാവിലെ 8 മണിക്ക് ഞാൻ ഒരു കഥ എഴുതുകയല്ലായിരുന്നു എന്ന് പറയണം. നെഗറ്റീവ് ആണല്ലോ. പറയാം പർസോ സുബേ 8 ബജെ മേ ഏക് കഹാനി നെഹി ലിഖ് രഹാ താ. കഹാനി നെഹി ലിഖ് രഹാ താ. ഇനി അടുത്താണ്, അതല്ല മിനിഞ്ഞാന്ന് രാവിലെ 8 മണിക്ക് ഞാനൊരു കഥ എഴുതുകയായിരുന്നോ?
സിമ്പിളാണ്. ക്യാ ചേർക്കുക. ഇവിടെ ക്യാ ചേർത്ത് കഴിഞ്ഞാൽ കണ്ട ചോദ്യം മാറി. എന്തായി? ക്യാ परसों सुबह 8 बजे मैं एक कहानी लिख रहा था. സിമ്പിൾ അല്ലേ? ഇനി അടുത്താണ് അഞ്ചാമത്, ഫിഫ്ത്ത് വൺ. അഞ്ചാമതാണ് അവർ അവരുടെ ജോലി ചെയ്യുകയായിരുന്നു. അപ്പൊ അവർ എന്താ പറയാ? വേ എന്ന് പറയാ, വേ എന്ന് പറയും. ഓക്കെ, വേ. ഇനി അവരുടെ അപ്ന എന്താണ്? അപ്ന. ഓക്കെ, അപ്ന. കാം, അപ്ന കാം. ഈ അപ്പന എന്ന് പറയുന്ന വേർഡ് ശേഷം ഏതാണോ വേർഡ് വരുന്നത് അതിനനുസരിച്ചായിരിക്കും ഈ അപ്പനയുടെ മാറ്റങ്ങൾ വരിക. അപ്പന, അപ്നി, അപ്നെ, ഇങ്ങനെ 3 വരും. ഇങ്ങനെ ഏതൊക്കെയാണ്? അപ്ന, അപ്നി, അപ്നെ. ഇപ്പൊ ഞാൻ പറയാണ് ഇവിടെ ഒരു ഫീമെയിൽ ആണെങ്കിലോ, ഇവിടെ ഒരു ഫീമെയിൽ ആണ് നിൽക്കുക. ഓക്കെ, ഇവിടെ ഒരു ഫീമെയിൽ ബെഹൻ. ബെഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റർ എന്നല്ല, സിസ്റ്റർ. അല്ലെങ്കിൽ മാതാജി. മാതാജി എന്താണ്? മദർ. ഇവിടെ ഫീമെയിൽ ആണെങ്കിലോ അപ്പോൾ വേ അപ്പിനി എന്ന് പറയും. അപ്പിനി. മേ അപ്പിനി ബെഹൻ. മേ അപ്പിനി ബെഹൻ കോ. അപ്പിനി ബെഹൻ. ഓക്കെ. അതുപോലെ ഇവിടെ റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കേണ്ട ആളാണെങ്കിലോ ഇപ്പം ഞാൻ പറയാണ് പിതാജി. എന്താണ്? പിതാജി. മേ അപ്പിനെ അപ്പിനെ. അവിടെ എന്താണ്? റെസ്പെക്ട്. അപ്പിനെ. മേ അപ്പിനെ പിതാജി. ഇവിടെ എന്താണ്? ജോലിയാണ്. സിമ്പിളായിട്ട് സാധാരണ നോർമലായിട്ട് സംസാരിക്കും. വേ അപ്ന കാം. വേ അപ്ന കാം കർ രഹേ थे. വേ അപ്ന കാം കർ രഹേ थे. ഓക്കെ. അപ്പൊ എന്തായി? അവർ അവരുടെ ജോലി ചെയ്യുകയായിരുന്നു. വേ അപ്ന കാം കർ രഹേ थे. ഇനി അവർ അവരുടെ ജോലി ചെയ്യുകയല്ലായിരുന്നു പറയാം. വേ അപ്ന കാം നഹി കർ രഹേ थे. ഇവിടെ രഹേ थे എന്തുകൊണ്ട്? കാരണം വേ ഒരുപാട് പേരില്ലേ? വേ, അതുകൊണ്ട്. വേ അപ്ന കാം നഹി കർ രഹേ थे. ഇനി ചോദ്യം, അല്ല അവർ അവരുടെ ജോലി ചെയ്യുകയായിരുന്നോ? അപ്പൊ ക്യാ ചേർക്കാം. ക്യാ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? ക്യാ വേ അപ്ന കാം കർ രഹേ थे. ക്യാ വേ അപ്ന കാം കർ രഹേ थे. സിമ്പിളാണ്. ഇനി അടുത്ത് നോക്കാം. ആറാമതാണ് ഇന്നലെ ഉച്ചക്ക്. അപ്പൊ ഇന്നലെ ഉച്ചക്ക് എന്താ പറയാ? ഇന്നലെ ഉച്ചക്ക് ഉണ്ടോ? കൽ ദുപഹർക്കോ. കൽ ദുപഹർക്കോ. അപ്പൊ എന്ത്? ഇന്നലെ ഉച്ചക്ക് എഴുതി കൽ. ഇത് ചോദ്യമാണ്. ഓക്കെ, ഇത് ചോദ്യമാണ്. ചോദ്യം ആയതുകൊണ്ട് നമ്മൾ ക്യാ ആദ്യം ചേർക്കണം. ഇന്നലെ ഉച്ചക്ക് നീ ഉറങ്ങുകയായിരുന്നോ? ചോദ്യമല്ലേ? അപ്പോൾ നമ്മൾ ക്യാ ആദ്യം ചേർത്തു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഉച്ചക്ക് കൽ ദുപഹർക്കോ. കൽ ദുപഹർക്കോ. എന്തായി? ക്യാ കൽ ദുപഹർക്കോ നീ ആപ് സോ രഹേ थे. എന്തായി? ക്യാ കൽ ദുപഹർക്കോ ആപ് സോ രഹേ थे അല്ലെങ്കിൽ കൽ ദുപഹർക്കോ തും സോ രഹേ थे. സിമ്പിൾ. ഓക്കെ. ക്യാ കൽ ദുപഹർക്കോ ആപ് സോ രഹേ थे. ഇനി അടുത്തതാണ് അവർ എല്ലാവരും. അവർ എന്താ പറയാ? അവരെന്ന് പറയും വേ അല്ലേ? ഞാൻ ഇംഗ്ലീഷ് ചെയ്താണ്. ഓക്കെ, വേ. ഓക്കെ, വേ എല്ലാവരും. സബ്. വേ സബ്. വേ സബ്. ഓക്കെ, ഇംഗ്ലീഷിൻ്റെയാണ്. വേ സബ് മാർക്കറ്റിൽ എന്ന് പറയാ ബജാർ. മാർക്കറ്റ് എന്താ പറയാ? ബജാർ. ഞാൻ എഴുതി ബജാർ. ഓക്കെ. വേ സബ് ബജാർ പോകുകയായിരുന്നു. പോകുകയായിരുന്നു. പോകുക ജാന. ഞാൻ പറഞ്ഞു ഇവിടെ മേ ചേർക്കരുത്. മാർക്കറ്റിൽ ഇന്ന് വേണ്ടിയിട്ട് ഇവിടെ മേ ചേർക്കരുത്. കാരണം ജാന ആന. ജാന ആന വരുമ്പോൾ അവിടെ മേ ചേർക്കരുത്. മേ ചേർക്കാതെ സ്ഥലത്തിൻ്റെ പേര് മാത്രം ചേർക്കാം. വേ സബ് ബജാർ ജാ രഹേ थे. വേ ജാ രഹേ थे. ജാ രഹേ थे. ജാ രഹേ थे. ഉണ്ടോ? എന്തായി? വേ സബ് ബജാർ ജാ രഹേ थे. ജാ രഹേ थे എന്നായി. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ രഹേ थे ഉപയോഗിച്ചു? അതിന് കാരണം വേ സബ് ഒരുപാട് പേരില്ലേ? പ്ലൂറൽ ഫോം അല്ലേ? അതുകൊണ്ട് നമ്മൾ രഹേ थे ഉപയോഗിച്ചു. ഓക്കെ. വേ സബ് ബജാർ ജാ രഹേ थे. ഇനി പറയണം അവരെല്ലാവരും മാർക്കറ്റിൽ പോവുകയല്ലായിരുന്നു പറയാം. പറയാം വേ സബ് ബജാർ നഹി ജാ രഹേ थे. നഹി ജാ രഹേ थे. ചോദ്യം, അല്ല അവരെല്ലാവരും മാർക്കറ്റിൽ പോവുകയായിരുന്നോ? ക്യാ വേ സബ് ബജാർ ജാ രഹേ थे. സിമ്പിൾ. ഇനി അടുത്താണ് 10 മിനിറ്റ് മുമ്പ്. 10 മിനിറ്റ് മുമ്പ് ഞാൻ ഒരു പത്രം വായിക്കുകയായിരുന്നു. 10 മിനിറ്റ് മുമ്പ് ഞാൻ ഒരു പത്രം വായിക്കുകയായിരുന്നു. അപ്പോൾ 10 മിനിറ്റ്. 10 എന്താ പറയാ? 10 പറയും 10. 10 എന്ന് പറയും 10. ഞാൻ ഏതാണ് ഇവിടെ 10 എഴുതി. ഓക്കെ. യെസ്, ഇംഗ്ലീഷ് ഹിന്ദിയാണ് 10. അപ്പം ഞാൻ എഴുതി 10 എഴുതി. ഓക്കെ, 10. മിനിറ്റ് സെയിം ആണ്. മിനിറ്റ് ഇതാണ്. ഓക്കെ, മിനിറ്റ് അതുപോലെ ഇതാ മിനിറ്റ്.
അത് കഴിഞ്ഞിട്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ മുമ്പ് പെഹലെ അല്ലേ, മുമ്പ് എന്ന് പറഞ്ഞാൽ പെഹലെ, അറിയാലോ പെഹലെ, പെഹലെ. 10 മിനിറ്റ് പെഹലെ, ഒരു ഞാൻ എന്താ പറയാ മേ, അപ്പൊ മേരി. ഒന്ന് ഏക് എന്ന് പറയാ ഏക്. പത്രം അക്ബാർ എന്താ പറയാ അക്ബാർ, അക്ബാർ എന്ന് പറഞ്ഞാൽ പത്രം. വായിക്കുകയായിരുന്നു, ആരാണ് വായിക്കുന്നത്? ഞാനല്ലേ, ഞാനാകുമ്പോ രഹാത്ത, എന്തായി പത്രം വായിക്കുകയായിരുന്നു, വായിക്കുക. പഠന പഠ രഹാത്ത, എന്തായി പഠ രഹാത്ത, പഠ രഹാത്ത. കണ്ടോ? അപ്പൊ എന്തായി 10 മിനിറ്റ് പെഹലെ മേ ഏക് അക്ബാർ പഠ രഹാത്ത. 10 മിനിറ്റ് പെഹലെ മേ ഏക് അക്ബാർ പഠ രഹാത്ത. എങ്ങനെയാണോ മലയാളം അതേപോലെ ചേഞ്ച് ആക്കി മാറ്റി. ഇനി എനിക്ക് പറയണം ഇതിന്റെ നെഗറ്റീവ് പറയണം. ഇങ്ങനെ 10 മിനിറ്റ് മുമ്പ് ഞാൻ ഒരു പത്രം വായിക്കല്ലായിരുന്നു എന്ന് പറയണം. അപ്പൊ പറയാം 10 മിനിറ്റ് പെഹലെ മേ ഏക് അക്ബാർ നഹീ പഠ രഹാ താ. ചോദ്യം, 10 മിനിറ്റ് മുന്നേ ഞാൻ പത്രം വായിക്കായിരുന്നു. അപ്പൊ ക്യാ അത് ചേർക്കാം. ക്യാ 10 മിനിറ്റ് പെഹലെ മേ ഏക് അക്ബാർ പഠ രഹാ താ, ചോദ്യമായി. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഒരു 4 or 5 സെന്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അയക്കുക, ഞാൻ ചെക്ക് ചെയ്തോളാം. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.